അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരുപാട് ആളുകൾ നിരന്തരമായി കമന്റിലൂടെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ്, ഉസ്താദേ, ജീവിക്കുന്ന കാലത്തോളം അന്തസ്സോടെ ഇസ്സത്തോടെ ഒരാളോടും കൈ നീട്ടാതെ യാചിക്കാതെ കടം വരാതെ സന്തോഷത്തോടെ ജീവിക്കാൻ എന്താണ് ജീവിതത്തിൽ പതിവാക്കേണ്ട വിറുദ് എന്താണ്, ദിക്ർ ഏതാണ് എന്നിങ്ങനെ ചോദിക്കുന്ന ഒരുപാട് സഹോദര സഹോദരിമാരുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ ഒരു ഹദീസിലൂടെ പഠിപ്പിക്കുന്നു. മഹാനായ ഇബ്നു അബി ദുനിയ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ്, റവാ ഇബ്നു അബി ദുനിയ ബിസനദിഹി ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാൽ, മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ഖാല ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ദിക്ർ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ഈ ദിക്ർ അറിയാത്തവര് നമ്മുടെ കൂട്ടത്തിൽ ആരും ഉണ്ടാവുകയില്ല. ഈ ദിക്ർ ഒരാൾ 100 മറ 100 വട്ടം ഫീ കുല്ലി യൗമിൻ, എല്ലാ ദിവസവും, ജീവിതകാലം മുഴുവനും എല്ലാ ദിവസവും ഒരാൾ 100 വട്ടം ചൊല്ലിയാൽ, 100 വട്ടം പതിവാക്കിയാൽ, ലം യുസിബ്ഹു ഫഖറൻ നബദാ, അവന്റെ ജീവിതത്തിൽ ഒരിക്കലും അല്ലാഹു ദാരിദ്ര്യം കൊടുത്ത് പരീക്ഷിക്കൂല. ജീവിതകാലം മുഴുവനും അന്തസ്സോടെ ഒരാളോടും കൈനീട്ടാതെ യാചിക്കാതെ സന്തോഷത്തോടെ ഹാപ്പിയോടെ ജീവിക്കാൻ സാധിക്കും. റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ദിക്ർ നമുക്ക് പതിവാക്കുവാൻ അല്ലാഹു വലിയ തൗഫീഖ് ചെയ്യട്ടെ. ഒരിക്കൽ മഹാനായ ഔഫ് ഇബ്നു മാലിക്കുൽ അശ്ജഇ എന്ന സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു വിഷമം പറഞ്ഞു. ഇന്ന ബനി മാലികൻ ദഹബ മഅക ഗാസിയൻ ഫീ സബീലില്ലാഹ് വലം യഉദ് നബിയ, എൻ്റെ മകനായ മാലിക് യുദ്ധത്തിന് പോയവനാണ്, അവൻ യുദ്ധത്തിന് പോയിട്ടുണ്ട്, പക്ഷേ വലം യഉദ് തിരിച്ചു വന്നിട്ടില്ല. ഫമാദായ അസ്ന, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഞാനും ഭാര്യയും വലിയ പ്രയാസത്തിലാണ്, വലിയ ടെൻഷനിലാണ്. ലഖദ് ആദൽ ജയ്ഷ് വലം യഉദ്, സൈന്യം തിരിച്ച് നാട്ടിലേക്ക് വന്നിട്ടുണ്ട്, പക്ഷെ അവൻ വന്നിട്ടില്ല. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഔഫ് ഇബ്നു മാലിക്കുൽ അശ്ജഇ എന്ന സ്വഹാബിയെ വിളിച്ചു പറഞ്ഞു, വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, യാ ഔഫ്, ഓ ഔഫേ, അക്സിർ അൻത വസൗജുക, നീയും നിന്റെ ഭാര്യയും അധികരിപ്പിക്കുക, ധാരാളം ചൊല്ലുക, മിൻ ഖൗലി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. വദഹബ റജുലു ഇലാ സൗജതിഹി, അങ്ങനെ ഔഫ് റളിയല്ലാഹു അൻഹു തന്റെ ഭാര്യയോട് പോയി കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. മാദാ അഅതക റസൂലുള്ളാഹി യാ ഔഫ്, ഭാര്യ ചോദിച്ചു, ഔഫേ, എന്താണ് റസൂലുള്ളാഹി പറഞ്ഞത്? ഖാല ലഹാ ഔസാനി അന വ അൻതി, ഞാനും നീയും കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഞാനും നീയും ബിഖൗലി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ദിക്ർ ധാരാളം ചൊല്ലാൻ പറഞ്ഞു, അത് അധികരിപ്പിക്കാൻ പറഞ്ഞു. അങ്ങനെ അവർ രണ്ടാളും ആ ദിക്ർ ആ രാത്രിയിൽ പറയാൻ തുടങ്ങി. ചുരുക്കി പറയട്ടെ, അന്നത്തെ രാത്രിയിൽ പാതിരാ സമയമായപ്പോൾ തുരിഖൽ ബാബ് വഅഖബലൽ ലൈൽ വഅഖബലൽ ലൈലു ബിളുലാമിഹി വതുരിഖൽ ബാബ്, പാതിരാ സമയമായപ്പോൾ വാതിൽ മുട്ടുന്ന ശബ്ദം കേട്ടു. അങ്ങനെ തുറന്നു നോക്കുമ്പോൾ മാലിക്കിനെ, മകനായ മാലിക്കിനെ അവിടെ മുമ്പിൽ കാണുന്നു. ഒരുപാട് ഗനീമത്ത് സ്വത്തുമായിട്ടാണ്, ഒരുപാട് സമ്പാദ്യങ്ങളുമായിട്ടാണ് യുദ്ധത്തിൽ നിന്ന് മാലിക് തിരിച്ചു വന്നത്. ഈ സന്തോഷം ഉടനെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അറിയിച്ചു. വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അബ്ശിർ യാ ഔഫ് വഖദ് അൻസലല്ലാഹു ഫീ ശഅനിക ഖുർആന, നിന്റെ കാര്യത്തിൽ ഖുർആനിലെ ഒരു വചനം തന്നെ, ഒരു ആയത്ത് തന്നെ ഇറങ്ങിയിട്ടുണ്ട്. വമൻ യത്തഖില്ലാഹ്,
അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിച്ച് ജീവിച്ചാൽ, തഖ്വ ചെയ്ത് പേടിച്ച് ജീവിച്ചാൽ, യജ്അൽ ലഹു മഖ്റജ, നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അള്ളാഹു എളുപ്പമാക്കി തരും. വയർസുഖു മിൻ ഹൈസു ലാ യഹ്തസിബ്, നിങ്ങൾ വിചാരിക്കാത്ത ഭാഗത്തിലൂടെ അള്ളാഹു നിങ്ങൾക്ക് റിസ്ക് നൽകും. എന്തൊക്കെ ജീവിക്കാൻ ആവശ്യമുണ്ട് അതൊക്കെയും അള്ളാഹു നൽകും. വമൻ യതവക്കൽ അലല്ലാഹ്, അള്ളാഹുവിലേക്ക് കാര്യങ്ങളെ തവക്കുലാക്കിയാൽ വഹുവ ഹസ്ബുഹു, അള്ളാഹു നമുക്ക് മതി, അല്ലാഹ് മതി. ഇന്നല്ലാഹ ബാലിഗു അംരി ഖദ് ജഅല അല്ലാഹു ലികുല്ലി ഷൈഇൻ ഖദറാ. പ്രിയപ്പെട്ടവരെ, ഈ വലിയ ഹദീസിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഔഫ് ഇബ്നു മാലിക് അശ്ജഈ എന്ന പാവപ്പെട്ട ആ കുടുംബത്തിനിക്ക് പറഞ്ഞു കൊടുത്ത ദിക്ർ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അവർ ക്ഷമയോടുകൂടെ ആ ദിക്ർ ചൊല്ലിയപ്പോൾ ഒറ്റ രാത്രി കൊണ്ട് അല്ലാഹു വലിയ സമ്പത്ത്, വലിയ ഐശ്വര്യം നൽകി. മാത്രമല്ല ഈ ദിക്റിന്റെ മഹത്വങ്ങൾ ഒരുപാട് ഹദീസുകളിൽ കാണാം. ഒരാൾക്ക് റിസ്കിന്റെ വിഷയത്തിൽ, സമ്പാദ്യത്തിന്റെ വിഷയത്തിൽ വലിയ വിഷമം തോന്നിയാൽ, കാര്യമായ ജോലിയില്ല, അനുയോജ്യമായ ജോലിയില്ല, അതുപോലെ തന്നെ ഗൾഫിൽ പോയി ജോലി ലഭിക്കാത്ത എത്രയോ സഹോദരങ്ങളുണ്ട്, കച്ചവടമില്ലാത്തവരുണ്ട്, ബിസിനസ് തകർന്നവരുണ്ട്, കടം കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട്. റിസ്കിന്റെ വിഷയത്തിൽ, മഈശത്തിന്റെ വിഷയത്തിൽ ഒരാൾ പരീക്ഷിക്കപ്പെട്ടാൽ അവൻ അധികരിപ്പിക്കേണ്ട ദിക്ർ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ദിക്റാണ്. മാത്രമല്ല ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് കാന ദവാഉ മിൻ 99 പ്രയാസങ്ങൾക്ക്, വിഷമങ്ങൾക്ക്, രോഗങ്ങൾക്ക്, അസുഖങ്ങൾക്ക് അത് വലിയൊരു മരുന്നാകുന്നു. ഐസറുഹ അൽഹമദിൽ താഴെ നിൽക്കുന്നതാണ് ടെൻഷൻ. അതിന്റെ മുകളിലുള്ള വലിയ വലിയ പ്രയാസങ്ങൾക്ക്, ബുദ്ധിമുട്ടുകൾക്ക് അത് വലിയ മരുന്നാകുന്നു. അതുകൊണ്ട് നിങ്ങൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ദിക്ർ ദിവസം 100 വട്ടം ചൊല്ലാൻ സമയം കണ്ടെത്തണം എന്നാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. മാത്രമല്ല ഫഇന്നഹാ മിൻ കൻസിൽ ജന്ന, ആ സ്വർഗ്ഗത്തിന്റെ ഒരു നിധിയാകുന്നു. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ദിക്ർ ചൊല്ലുന്നവർക്ക് കശഫ അൻഹു 70 ബാബൻ മിനൽ ദുർ, ബുദ്ധിമുട്ടിന്റെ 70ഓളം വഴികൾ, ബാബുകൾ അല്ലാഹു അടച്ച് അവർക്ക് ബുദ്ധിമുട്ടുകളിൽ നിന്ന്, 70ഓളം ബുദ്ധിമുട്ടുകളിൽ നിന്ന് അല്ലാഹു അവരെ രക്ഷപ്പെടുത്തും. അതിനാഹുന്നൽ ഫഖർ, അതിൽ ഏറ്റവും താഴെ നിൽക്കുന്നതാണ് ദാരിദ്ര്യം. അതിന്റെ മുകളിലുള്ള വലിയ വലിയ പ്രയാസങ്ങളെ, രോഗങ്ങളെയും ഈ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ദിക്ർ അത് തടഞ്ഞു നിർത്തും. സുബ്ഹാനഹു വ തആല ഈ ദിക്ർ പതിവാക്കുവാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഈ ദിക്റിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു വലിയ ഐശ്വര്യം നൽകട്ടെ, സന്തോഷം നൽകട്ടെ, ഇസ്സത്ത് നൽകട്ടെ. ദാരിദ്ര്യത്തിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ, കടത്തിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.